തകർത്തു തകർത്തു എന്നൊക്കെ പറഞ്ഞ ഇതാ മോനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഏ സൗത്ത് ആഫ്രിക്ക നമ്മുടെ വെസ്റ്റ് ഇൻഡീസിനെ ഇന്ത്യക്ക് വേണ്ടി തകർത്ത് തരിപ്പണാക്കി കൈ കൊടുത്തിട്ടുണ്ട്. 9 വിക്കറ്റിന്റെ തകർപ്പൻ വിജയമാണ്. നമ്മളൊന്ന് സ്വപ്നം കാണുന്ന വിജയം. നമ്മളൊക്കെ എങ്ങനെ ആഗ്രഹിക്കും മറ്റുള്ള ടീം നമ്മൾ ഇന്ത്യ എങ്ങനെ ജയിക്കണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. മറ്റുള്ളവർ അത് കാണിച്ചു വരുന്ന പോലെ നമുക്ക് വേണ്ടിയിട്ട്, കാരണം നമുക്ക് അതൊന്നും നടക്കില്ല. വലിയ റൺ റേറ്റിലൊന്നും എനിക്ക് തോന്നിയില്ല അങ്ങനെ നടക്കുമെന്ന്. അപ്പൊ നമുക്ക് വേണ്ടിയിട്ട് സൗത്ത് ആഫ്രിക്ക കളിച്ചിട്ടുണ്ട്. ഇനി ഇന്ത്യയോട് ഒരു വാക്കേ ഉള്ളൂ, 2 കളിയുണ്ട്. ദൈവത്തെ ഓർത്ത് ഒന്ന് ജയിക്കുക എങ്ങനെയെങ്കിലും. വലിയ റൺ റേറ്റ് ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് കളി നോക്കാം കേട്ടോ. തുടക്കത്തിലെ നമ്മുടെ വെസ്റ്റ് ഇൻഡീസാണ് ആദ്യം ബാറ്റ് ചെയ്തത്. അവരുടെ 3.6 ഓവറിൽ 43-4 എന്ന നിലയിലായിരുന്നു. 6.3 ഓവറിൽ 60-5, അതേപോലെ തന്നെ 8.2 ഓവറിൽ 71-6, 10.2 ഓവറിൽ 83-7. 7 വിക്കറ്റ് 83 റൺസിന് 10. ബാക്കി എത്രയാണ് നമുക്ക് അറിയാം. 9.4 ഓവർ കൂടിപ്പോയതിൽ ഒരു 50 റൺസ്. ഇനിയും അത്ര വിക്കറ്റ് വല്ലേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത്. ഒരു 130 മാക്സിമം പോയ ഒരു 130-140 റൺ എടുക്കുന്നതാണേ. തകർത്തു കേട്ടോ അവര്. നമ്മുടെ ഹോൾഡറും ഷെപ്പേർഡും കൂടെ കൂടിയിട്ട് ഹോൾഡർ 31 ബോളിൽ 49 റണ്ണാണ്, 4 4-ഉം 3 6-ഉം അടിച്ചു കൂട്ടിയത്. ലാസ്റ്റ് 5ാമത്തെ ബോളിൽ റൺ ഔട്ട് ആവുകയാണ്. അത് ഷെപ്പേർഡ് നമ്മളെ 37 ബോളിൽ 52 റൺ അടിച്ചു, 4 6-ഉം 3 4-ഉം. തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച സൗത്ത് ആഫ്രിക്ക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റ് ഇൻഡീസിനെ എടുത്ത് കൊടഞ്ഞു എന്ന് തന്നെ പറയാം. നമ്മുടെ ഡീകോക്ക് 24 ബോളിൽ 47 റൺസാണ്, 4 4-ഉം 4 6-ഉം എടുത്തിട്ട് 50 അർഹതപ്പെട്ട ഒരു 50 ആണ് പോയത്. അതുപോലെ മാർക്രം ക്യാപ്റ്റൻ 46 ബോളിൽ 82 റണ്ണ്, 7 4-ഉം 4 6-ഉം. പിന്നെ റിയാൻ ഇറങ്ങി 28 ബോളിൽ 45 റണ്ണാണ്, 4 4-ഉം 2 6-ഉം അടിച്ചത്. 16.1 ഓവറിൽ 177-1, 9 വിക്കറ്റിന്റെ തകർപ്പൻ വിജയം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് വിജയം. ഇന്ത്യക്ക് കഴിയാത്തത് നമ്മുടെ സൗത്ത് ആഫ്രിക്ക നേടുന്നത്. അവരുടെ ക്യാപ്റ്റൻ തന്നെയാണ് മുമ്പിൽ നിന്ന് നയിച്ചു, മാൻ ഓഫ് ദ മാച്ചായി ഇന്ത്യനെ രക്ഷിച്ചു എന്ന് തന്നെ പറയാം. ഇനിയുള്ള 2 കളി എങ്ങനെയെങ്കിലും ഇന്ത്യ ഒന്ന് വിജയിക്കും പ്ലീസ് എന്നേ പറയാനുള്ളൂ. തകർപ്പൻ കളി ഇന്ത്യക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്ക തന്ന എന്ത് പറയല്ലേ, ഒന്നും പറയാൻ അടിപൊളിയായിരുന്നു.